ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാം മച്ചാമാർക്ക് സ്വാഗതം. നമ്മുടെ പരിപാടി നമ്മൾ ഇന്ന് നേരെ ബസ്സും കൊണ്ട് ഒരു ട്രിപ്പ് ഉണ്ട്. നമുക്കിന്ന് ഒരു ഓട്ടോ ഉണ്ട്. ഞാനേ ബസ്സിനകത്തില്ലാടാ നീ കാര്യമുണ്ട്. നമുക്ക് നമ്മ കൈസ് ഒരു ഐലൻഡ് എടുത്തിട്ടുണ്ട്. അത് ആ വീഡിയോ ഞങ്ങൾ ഗൈസ് സിയാൻ്റെ അടുത്ത് പറയണ്ടയ്യോ, സിയാൻ്റെ അടുത്ത് പറയണ്ട ഗൈസ്. ഞാൻ ഒരു വീട് വാങ്ങിച്ചാലുണ്ട് അവനറിയാണ്ട്. അത് അവൻ്റെ അടുത്ത് ഇപ്പോൾ പറയണ്ട, അവന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. എനിക്കും ഷോണും ഇവൻ്റെയും പേരിലാണ് വീടുള്ളത്. ഞങ്ങളുടെ 3 പേരുടെയും പേരിലാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ച വീടാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ ആ വീടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഈ ട്രിപ്പൊന്ന് കഴിയട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല. എന്താ പിന്നെ എന്താണ് പരിപാടി? പാലം കുപ്പിക്കാരാ ഓടാ ശരി, ഒച്ചത്തിൽ സംസാരിക്കുമോ? ഇത് തിരിച്ചെടുക്കോട്ടെ. പാലം കുപ്പിയെ പാലം കുപ്പി എനിക്ക് ആവശ്യമില്ല, നീ വിളിച്ചാൽ മതി. ചത്തി സംസാരിക്കേ. ഇപ്പൊ ബസ് പറഞ്ഞാന് വായിച്ച കാര്യം ഒന്നും പറഞ്ഞില്ല ഗൈസ്. ബസ്സിന് എന്തൊക്കെയോ തകരാറുണ്ട്. ആ ബസ്സിന് ഞാൻ സ്റ്റിക്കർ ചോദിച്ചാലൊന്ന് കാണാത്തുള്ള. എനിക്കും കാണാൻ പറ്റില്ല. അയ്യോ, ഇപ്പൊ കറടിച്ച് തപ്പിച്ചാന്. ചേട്ടാ ബൈ ബൈ. ഒന്ന് വളച്ച് പോടാ. നമ്മ മരിച്ചു പോയാൽ ആരുണ്ടാവും? ബസ്സുണ്ടാവും ഒറ്റക്ക്. എടാ നമുക്ക് നമ്മുടെ ചേസ് വേണ്ടടാ, നമുക്ക് കൊടുത്താലോ? അത് കൊടുത്തു. ഈ പൈസയുടെ ബുദ്ധിമുട്ട് വേണ്ട, നമുക്ക് കൊടുത്താലോ ചേസ്? എൻ്റെ അല്ലല്ലോ, നിൻ്റെ അല്ലേ, ഞാനെടുത്തല്ലേ. അത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മ അന്നെടുത്ത ചേസ് അത് നമ്മ വിൽക്കാൻ പോണാണ് ഗൈസ്. നമ്മുടെ ഈ പൈസയൊന്നുമില്ല. അയ്യോ, ആ ബസ്സിന് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാം. എനിക്കാണ് ബസ്, എൻ്റെ ബസ്സാണത്. ഇവിടെ ട്രിപ്പ് എടുക്കാനുള്ള സ്ഥലമായി. നമുക്ക് പൈസക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് കൊടുത്ത് ഒരു ഒന്നുമില്ല ഗൈസ്, അത് പിന്നെ പറഞ്ഞുതരാം. എനിക്കല്ല, ബിയോണാണ് പൈസക്ക് അത്യാവശ്യം. എന്താണെന്ന് അറിയാൻ വരാണ്. അത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല ചെയ്യാനേ. ഒരു 4 കോടി രൂപേൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടാവോളാം ചെയ്യാനേ. പക്ഷെ വേണ്ടത് നീ എന്നാല് നീ തരണ്ടത്. എന്താ നീ തരണ്ടത്? അത് ഞാൻ തന്നെ ഒപ്പിച്ചേക്കാം. എനിക്ക് പ്രമോഷൻ കിട്ടിയതാ. ശരി, നീ ബസ്സിൻ്റെ അത് പാട്ട് ഇടുന്നുണ്ടാടാ? കുറച്ച് കഴിഞ്ഞ് ഇപ്പം അടുത്ത പാട്ട് ഇടുമെന്ന് തോന്നുന്നു. അത് ബസ് പാട്ടല്ല, മറ്റേ റേഡിയോ ഇല്ലേ? ഓ, നീ ആണാണെന്ന് എനിക്കറിയാടാ. അയ്യോ ചേട്ടാ ബൈ ബൈ. ഫ്രണ്ട് പോണ ചേച്ചി അടിച്ചതല്ലേ? ചേച്ചി ഡ്രിഫ്റ്റ് ആക്കി, ഞാൻ മരിച്ചും പോയി. ശേ, എന്ത് പരിപാടിയാണ്? 2 കപ്പിള് വണ്ടിക്ക് പോകും. വണ്ടി സ്ക്രാച്ച് ആക്കി. ഓ, നിനക്കിപ്പോ വണ്ടി സ്ക്രാച്ച് ആയതാണോ പ്രശ്നം? അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ അവിടെ വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മ കൊറേ ദൂരം വന്നിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു ഞാൻ ഓടിക്കാൻ വേണം. ഓക്കെ, ഓടിച്ചോ നീ. പയനെ പോയതേട്ടാ, ഞാൻ അടിച്ചോലെ കൊണ്ട് ഇടിപ്പിക്കല്ലേ ഞങ്ങളുടെ സൈഡിൽ. എടാ, നമുക്ക് ഇവിടെ നിന്ന് വല്ല ഭക്ഷണമോ വല്ല വാങ്ങിച്ചാലേ? എന്തെടുത്ത്? ബിരിയാണി. അതാ കൊച്ചിക്കല്ല. പിന്നെ നമുക്ക് നേരെ കഴിക്കാം. ഞാൻ ഓടിക്കാം. നീ ഓടിച്ചോ. അതെ ജി, എനിക്ക് ഇറങ്ങണ്ട. പുറത്ത് ഭയങ്കര മഴ. നീ ക്യാമറ ഓടിച്ച്. ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ ചെയ്യാനായിട്ട് ഓടിക്കണം. ക്യാമറ ഞാൻ അവൻ്റെ കയ്യിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എടാ പതിനെപ്പോയതേട്ടാ, നീ ഓടിക്കുമ്പോൾ എനിക്കൊരു ഭയം. ചെയ്യാനേ ഒരു കഫയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താണ് പരിപാടി? കഫയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് സീനായി. പൈസയൊക്കെ ഇപ്പം നല്ലോണം കിട്ടാണ്ട്. നല്ലോണം കിട്ടുന്നുണ്ടാ? എത്ര രൂപ ഉണ്ട് ഇപ്പോൾ ശമ്പളം? ഒരു ദിവസം നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും? അതൊരു 2 കോടി. അപ്പോൾ ഇച്ചിരി കറക്റ്റ് എമൗണ്ട് പറ. കറക്റ്റ് എമൗണ്ട് പറ. ഒരു 1.5 ലക്ഷമൊക്കെ കിട്ടും. ഇച്ചിരി താത്തി പറ. സത്യം ഇച്ചിരി കൂടി അത് ഇച്ചിരി കൂടി താത്തി പറ. സത്യം. ശരി, 1 രൂപ പോലെ. അത് ഇച്ചിരി കൂടി പറ. ഇതെന്ത് സത്യം നീ കുറക്കണം. സത്യം എന്നാ ശരി, എനിക്കൊരു 50 ലക്ഷം തന്നെ. ട്രിപ്പ് പോയിട്ട് അയ്യോ ഭാഗ്യം കണ്ടിട്ട്. എടാ അവിടെ ആരെങ്കിലും ഛർദിച്ചാ?
അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലടാ. ഏതോ ഒരു അയ്യോ ഗൈസ് കുറച്ച് സീനായി പോയി. അതാരും കണ്ടിട്ടില്ല. അമ്മ ഈ കൺട്രോളേഴ്സ് ഷോക്ക് ഉണ്ടായി വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഷോല്ലേ ഞാൻ ഉള്ളി അത് വീഴാം. ഉള്ളിലിട്ട് വ്യൂ ഇട്ടാ ഒന്നും കാണാൻ ആ സാധ്യത പിള്ളേർക്കൊന്നും കാണണ്ട. എടാ പിള്ളേർ സ്വർഗത്തിൽ എത്തിക്കാനാടാ. യെസ് യെസ് ഗൈസ് ആരും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പം ആർക്കും പുറത്ത് കാണിച്ചു തരുന്നില്ല. മോനെ പയ്യനെ പോടാ അല്ലെങ്കിൽ അമ്മൂമ്മ ചാത്ത് പോകുപാടാ മോനെ. എടാ ഇത്തിരി പയ്യനെ പോടാ പോലെ. ഇത്തിരി കുറക്കടാ. 75 പോകല്ലടാ. അമ്മൂമ്മയെ പിടിച്ചിരുന്നോ? ഞാനിപ്പോ പോകുമേ. ആൾക്കാരെ എന്നെ പിടിക്കടാ. കാര്യം പിടിക്കടാ. പയ്യനെ പോടാ 39 പോവാ. 39 അത് മതി. അതിൽ കൂട്ടണ്ട. അമ്മമ്മ പേടിച്ച് തലറിങ്ങി വീണ്. നൈസ് നൈസ്. പിന്നെ സിയാൻ്റെ ഒരു കഴിവുണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാവാ? എല്ലാ ആൾക്കാരെയും ബോധം കെടുത്തി വീഴ്ത്തും. അല്ലേ സിയാനെ? നോയാ എസ് പറയടാ. എന്താണ് ഒരു മലേ? നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ വണ്ടി കുത്തിയിട്ട്. ഓക്കെ എടാ ചമുട്ടമല്ല വളവാണ്. ഈ സ്റ്റിയറിംഗ് ആയി വളയണില്ല. സ്റ്റിയറിംഗ് വളയാത്തതിൻ്റെ അല്ല, നിനക്ക് ബലമില്ലാത്തതിൻ്റെ. പിന്നെ ചമുട്ടമല ഇറക്കത്ത് വളവ്. എടാ ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്ഥലത്തായിട്ട് പോകണം കേട്ടാ ഗൈസ്. പിന്നെ ഇല്ലേ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. നിർത്തുന്നതാണ്. ഞാൻ ഓടിക്കാട ഇനി. എടാ നീ വണ്ടിക്കകത്ത് നിൽക്കണല്ലേ? ഞാൻ ഇനി വണ്ടിക്കകത്ത് ഇപ്പൊ കാണാനില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ പോണേ നോക്ക്. ഓക്കെ ഞാൻ വണ്ടിയൊക്കെ പപ്പടം കേട്ടോ. നിങ്ങൾ പിള്ളേരെ ഇങ്ങോട്ടേക്ക് പോണ പല വണ്ടിയിൽ ലൈറ്റൊക്കെ ഇട്ടോ. അയ്യോ ലൈറ്റ് ഇടാൻ പറ്റൂലല്ലേ. വണ്ടി ഇടിച്ച് പപ്പടമൊക്കെ വെച്ചോണ്ടേ ലൈറ്റ് ഇടാൻ പറ്റൂല. അവിടെ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ നല്ല മഴ ഇതെന്താ ദീ അമ്മാമ്മ ഉണ്ടാവും കുറച്ച് മുമ്പ് ഛർദ്ദിച്ചത്. ഗൈസ് പിന്നെ വേറൊരു കാര്യം പറയാം. ഇവരെന്താ പ്രാർത്ഥിക്കണം? ഗൈസ് ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മാമ്മേനെ വളക്കാൻ നോക്കണ്ടേ. കണ്ട അപ്പൂപ്പ എന്തായാലും ഇവിടെ വന്നേലേ രണ്ടൊരു തള്ളു കൊടുത്തേക്കാം. അതെ ചേച്ചി എന്താണ്ട് ഈ അമ്മമ്മ കല്ലായ ഈ അമ്മൂമ്മ പ്രാർത്ഥിക്കണം വേണ്ട. അത് വിടും. അവിടെ കുറച്ച് നേരം നിൽക്കണ്ട. അവരെ പോയി ഇനിശ്ചയം പേടിപ്പി. അവിടെ മറ്റെന്താ പഴഞ്ഞു മതി. ഹലോ അപ്പൂപ്പ സ്റ്റെപ്പ് കയറി പോ. ചെല്ലി ഓക്കെ. എടാ അവിടെ എന്താണ് വണ്ടി വല്ലതും കത്ത് പിടിച്ച് താഴെ പോയേ? അതെന്നാ പോകാൻ തന്നെ. ഹൊയ് കയറാൻ പറ്റൂല. കയറാൻ പറ്റാ. നമുക്ക് ചാടി കയറാം ഗൈസ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ പറ്റണില്ല. കയറ്. അത് തന്നെ ചാടി കയറി ബിയോണെ അങ്ങോട്ടേക്ക്. ശരി ഞാൻ തന്നെയല്ലേ ബിയോ. ഞാൻ ഓൺലൈനാണ് സംസാരിക്കണം. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ചെയ്യാനെ. സത്യം പറഞ്ഞ നീ എൻ്റെ ബാക്കിലില്ലേ? വേണമെങ്കിൽ മാറിയിരുന്നോട്ടാ. ഇത്ര പോയാൽ ഞാൻ അങ്ങോട്ടേ പോകണ്ട. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. നീ എൻ്റെ ബാക്കിലുണ്ടെന്ന് ഞാൻ കണ്ട. നീ എൻ്റെ ബാക്കിൽ തന്നെ ഓടി വരണമെന്ന് ഞാൻ കണ്ട്. ഇന്നൊക്കെ നേരെ ബസ്സിൻ്റെ അടുത്താട്ടോ. ഓക്കെ നമുക്ക് ഇനി പോയാലും ഇവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നോക്കി നീ വലിയ ഇറങ്ങിക്കോ. നീ ഇവിടെ ചായ കിടന്നോ? നമുക്ക് കഴിക്കാൻ പോയിട്ട് വരാം. അല്ല ഞാൻ ബിരിയാണി കഴിക്കണ. നീ ബിരിയാണി കഴിക്കാൻ പോലെ ഇപ്പം എൻ്റെ ഒപ്പം വാ. നമുക്ക് ഇവിടെ നല്ല തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചിരിക്കാം. അവിടെ ഇവിടെ സെറ്ററൊക്കെ വാങ്ങിച്ചാലോ? എന്തിന്? ഇവിടെ സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സൊക്കെ അപ്പൂപ്പാ ഒരു മറ്റേ ഇത് തരാം. ഐസ്ക്രീം ഉണ്ടോ ഇവിടെ? മോനെ ഇവിടെ ഐസ്ക്രീം ഒന്നുമില്ല. ഇത് അങ്ങനത്തെ കടയൊന്നുമല്ല. വില പഴംപൊരിയാലാണെങ്കിൽ പറ. അപ്പൂപ്പ എനിക്ക് പഴംപൊരിയൊന്നും വേണ്ട അപ്പൂപ്പ. വില പഴംപൊരിയാ? എനിക്കതിന് പഴം വേണ്ട. പൊരി മാത്രം അത് വേണ്ട. നിനക്ക് അത് വിട്. ഇവിടെ വേണമെന്ന് മിച്ചർ എന്തോ കൊണ്ട വാങ്ങിച്ചാലോ? അപ്പൂപ്പ 2 മിച്ചർ എടുത്തോ. മോനെ ഒരു 60 രൂപയായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ്? ക്യാഷാണോ ഗൂഗിൾ പേ ആണോ? അപ്പം അത് അപ്പൂപ്പന് സംസാരിക്കാതെ ഞാൻ പാടില്ലാത്തോണ്ടാണ്. അതൊക്കെ വിട്.
അപ്പൊ ബാ ഗുള്ളു ഗുള്ളു പേയാണ്ടാ. അപ്പൊ ബാ മോനെ. ആ ഓക്കെ. ഗുളു ഗുളെ പേ ചെയ്യൂ. ഓക്കെ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടാ. ഓക്കെ ഇനി വാ മിച്ചറും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാ. നമുക്ക് ഉള്ളിൽ നിന്ന് റിലാക്സ് ആയിട്ട് നോക്കുക. ഓക്കെ അതൊക്കെ ഇവിടെ നിന്ന് എന്തോ ആസ്വദിക്കണേ. ഒരു തള്ളു കൊടുത്തിട്ട് പോയേക്കാം. നിനക്ക് പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. എന്താ നിനക്ക് വേണം? എനിക്കൊന്നും വേണ്ട. നീ എന്ത് ദഹിക്കൻ രണ്ട് ഇതെന്താ AK-47 ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും അതൊക്കെ മൈൻഡാക്കണം. ഇപ്പൊ നമുക്ക് ബസ്സിലോട്ട് കയറാം. എനിക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ BMRന്റെ സീറ്റൊക്കെ നേരാക്കാൻ വേണ്ടി കിടക്കാനൊക്കെ പറ്റും. ഓക്കെ അവര് വന്ന് കയറാണ്ടാ. പോവാ. ഞാൻ സീറ്റൊക്കെ നേരാക്കി വെക്കാം. ഓക്കെ നിന്റെ അവിടെ തന്നെ ഉണ്ട്. കഴിക്കണ്ട, ഞാൻ കഴിക്കണം. അവിടെ ഇച്ചിരി എൻ്റെ വായിലോട്ട് വെച്ചാളാ. നീ ഇപ്പോൾ നിർത്തിയിട്ട് എടുത്ത് കഴിക്കാ. ഞാൻ ഓടിക്കാം കുറച്ച് കഴിയുമ്പോൾ. പിള്ളേരെ കൊതിപ്പിച്ച് കൊതി ഇട്ടോണ്ടാ നിനക്ക്. വില വയറുള്ളത് വണ്ടി നിർത്താൻ മതി. ഞാൻ നിർത്തിയൊന്നുമില്ല. അവര് കേട്ടുണ്ട് കൊറേ നേരം. നീ ഇപ്പൊ ഓടണ്ട. നീ ഇപ്പൊ ഓടിക്കണ്ട. ഓളം വരും. നീ ഇപ്പൊ ഓടിച്ച് ഓളം വരും. എന്തായാലും ഓന് തമാശ കൊച്ചു കണ്ടേ. ഏതാണ്ട വണ്ടിയിലത്ത് ഏതെങ്കിലും കൊച്ചുകളെന്ന് കരയാണ്ട. ഇതാണ് നമ്മ വരും കോടമഞ്ഞിറങ്ങിയതോ. പക്ഷെ മഴ വന്നു. അതിനിപ്പോ നല്ല തണുപ്പ്. ഒന്നിലിട്ടോ രണ്ടിലിട്ടോ. എടാ കഴുത ഇവിടെ ഓൾറെഡി തണുപ്പാണ്. അതിന്റെ ഇടയിൽ അവന് ചൂടെടുക്കണ്ട. എടാ അമ്മൂമ്മമാർ ശരി AC ഇട്ടാണ് ഞാൻ. എടാ മോനെ ഇതെന്താണ് ഇപ്പൊ തണുപ്പ് ഞാൻ. അമ്മാമ്മ അത് ഇവിടെ ഒരു കഴുത്തച്ചക്കന് ചൂടെടുത്തിട്ട് AC ഇട്ടത്. മോനെ AC ഓഫ് ആക്കുക. അമ്മൂമ്മ മരിച്ചു പോകുമടാ. സമതേ പോണേട്ടാ. അത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലാടാ. നമുക്ക് സ്ഥലത്ത് എത്തട്ടെ. എടാ ഈ വരിയാക്കിനി എത്തിച്ചാൽ ഇവിടെ കുറെ നേരം പിടിക്കോടാ. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇത്ര നാളായിട്ടും പറഞ്ഞില്ല ഗൈസ്. 2K എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ 20 സബ്. ഓക്കെ അവിടെ എന്തോ ബസ് പോലെ കണ്ടല്ലേ. അങ്ങോട്ടേക്ക് നോക്കിയാൽ നീ ആദ്യം പോയ സ്ഥലത്തേക്ക്. അങ്ങോട്ടേക്കാ ബസ്സല്ലേ. ബസ്സല്ല നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ബൈ.